ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നാം എബ്രായ ലേഖനം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവേ യേശു പിതാവേ, ഈ പുതിയ ദിവസത്തിനും പുതിയ അവസരത്തിനുമായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിലെ ഇത്രയധികം പുസ്തകങ്ങൾ കർത്താവെ കവർ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇന്ന് കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങൾ എബ്രായ ലേഖനം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കർത്താവ് ഞങ്ങളുടെ മേൽ ചൊരിയുകയും ആവശ്യമായിരിക്കുന്ന ഉൾക്കാഴ്ചകൾ തന്ന് തിരുവചന സത്യങ്ങൾ കർത്താവെ സംശീകരിക്കുവാനും അത് അനുഭവത്തിൽ കൊണ്ടുവരുവാനും തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിലമോൻ എഴുതിയ ലേഖനമാണ് പഠിച്ചു തീർന്നത്. ഈ ക്ലാസ് മുതൽ എബ്രായർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. എബ്രായ ലേഖനം പഠിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചില ക്ലാസ്സുകൾ ആമുഖമായിട്ട് ആവശ്യമായിട്ട് വരും. അത് മിക്കവാറും ക്ലാസ്സുകൾക്ക് നമ്മൾ ചെയ്യാറുണ്ട്. ഈ പുസ്തകത്തിന് കുറച്ച് കൂടുതൽ ക്ലാസ്സുകൾ ആമുഖമായിട്ട് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ആമുഖ ക്ലാസ്സുകളായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പല ആളുകളും എബ്രായ ലേഖനം ഒഴിവാക്കാറുണ്ട്, പഠനത്തിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. അതിന് പല കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ അതൊന്ന് സൂചിപ്പിക്കട്ടെ. ഒന്നാമത്, പലരും ഇത് ഒഴിവാക്കുന്നത് ഈ പുസ്തകം വായിച്ചു വരുമ്പോൾ ഈ പുസ്തകത്തിൽ ധാരാളം മുന്നറിയിപ്പുകൾ കിടപ്പുണ്ട്, വാണിങ്ങുകൾ. അപ്പോൾ ഈ മുന്നറിയിപ്പുകൾ കാണുമ്പോൾ പലരും അസ്വസ്ഥരാകുന്നു. ആ അസ്വസ്ഥത അവരെ ഈ പുസ്തകം പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്. മറ്റൊരു കൂട്ടം ആളുകൾ ഈ പുസ്തകം വായിക്കാനായിട്ട് അധികം ശ്രദ്ധ കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പുസ്തകമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ പെട്ടെന്ന് മറ്റു പുസ്തകങ്ങളിലൊക്കെ ഗ്രഹിക്കുന്നത് പോലെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വെറുതെ സമയം മെനക്കെടുത്തേണ്ട, ഇത് നമുക്ക് പിന്നെ പഠിക്കാം എന്ന് വിചാരിച്ച് വെറുതെ വായിച്ചു വിടുന്നവരോ ഗൗരവം കൊടുക്കാത്തവരോ ഒക്കെ ഉണ്ട്. അത് ഒരളവിൽ ശരിയുമാണ്. കാരണം ഒരു തിങ്കിങ്, ഒരു പൊതുവായിട്ടുള്ള ധാരണയെന്ന് പറയുന്നത് ഒരു സാധാരണ ബൈബിൾ സ്റ്റുഡൻറ്റിന് മനസ്സിലാകാത്ത ആഴമുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളതെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് നമുക്ക് പഠിക്കേണ്ട എന്നൊരു ചിന്ത വരുന്നത്. അതിനകത്തൊരല്പം സത്യമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലേഖനം ഒരു പ്രൊഫൗണ്ട് ട്രൂത്ത്, അല്ലെങ്കിൽ വളരെ ആഴമായിട്ടുള്ള അഗാധമായിട്ടുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ്. അതിന് അസാമാന്യമായിട്ടുള്ള ഉൾക്കാഴ്ച ഈ ലേഖനത്തിനകത്ത് ഉണ്ട്. ഇതൊരു ഗംഭീരമായിട്ടുള്ള ലേഖനമാണ്, ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ലേഖനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ഈ ലേഖനം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതിന് ഏതെങ്കിലും ഒരു പ്രഭാഷകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈബിൾ അധ്യാപകനോ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അതൊരു പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് മാത്രമല്ല, വേദപുസ്തകം മുഴുവനും ജീവിക്കുന്നൊരു പുസ്തകമായതുകൊണ്ട് എല്ലാം കംപ്ലീറ്റായിട്ട് എനിക്കറിയാമെന്ന് ആർക്കും തന്നെ അവകാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല, പ്രത്യേകിച്ച് എബ്രായ ലേഖനം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആ പുസ്തകം ഒരിക്കലും ഒഴിവാക്കേണ്ടതായിട്ട് ഇല്ല. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പൊതുവായിട്ടൊരു സന്ദേശം ഏതാണെങ്കിലും കിട്ടുമല്ലോ, അതെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുന്നതിനായിട്ട് ഈ പുസ്തകം വായിക്കണം. അതുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് വി ആർ മേക്കിംഗ് ആൻ ഏണസ്റ്റ് എഫേർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രോഫിറ്റ് ഫ്രം ദ ബുക്ക്. ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് നമുക്കതെങ്ങനെ പ്രയോജനകരമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം എല്ലാ പുസ്തകങ്ങളും പഠിക്കുന്നത് പോലെ ക്രമമായിട്ട് അധ്യായങ്ങൾ തിരിച്ച് തന്നെ പഠിക്കുന്നതിന് നാം സമയം എടുക്കുന്നു. ഈ ആരംഭ ക്ലാസ്സിൽ ഒന്നാമത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ എബ്രായ ലേഖനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അതിൽ നിന്ന് എന്താണ് നമ്മൾ ഗ്രഹിക്കേണ്ടതെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ബി കോൺഫിഡൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരാകണം. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉള്ളവർ ആകണം. അതിൻ്റെ കാരണം, ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരും വിശ്വാസികൾ എന്ന് പറയുന്നവരും, അല്ലെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യരെ നമ്മൾ അപഗ്രഥിച്ചാൽ ഞങ്ങൾ ദൈവവിശ്വാസികളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ കാലത്തിൽ ഓരോ കാര്യങ്ങൾ മാറി മാറി സംഭവിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടുന്നുണ്ട്. ഉറച്ച വിശ്വാസം, അടിയുറച്ച വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുവാൻ അനേകർക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം ഞാനിപ്പോൾ സൂചിപ്പിച്ചത്, സമൂഹത്തിലും ആത്മീയ രംഗത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാലാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ട്. നമ്മളിതുവരെ പഴയ തലമുറയൊന്നും കേൾക്കാത്ത മേഘസ്ഫോടനവും ചക്രവാക ചുഴിയും
ന്യൂനമർദ്ദങ്ങളും ഒക്കെ ഇന്ന് സർവ്വസാധാരണമാണ്. സുനാമി, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മിന്നൽ, കാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഭൂമി കുലുക്കം, ഡാം പൊട്ടുമോ എന്നുള്ള ആശങ്ക കണ്ടോ. അപ്പോൾ നമുക്കൊരു അനിശ്ചിതത്വം നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിലൊക്കെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ രോഗവ്യാപനം, ലോകത്തെ മുഴുവൻ ഗ്രസിച്ച ഒരു മാരകവ്യാധി ആണിപ്പോൾ നാം അനുഭവിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പൊക്കെ അത്രയും മാരകമായിട്ട് ലോകത്തെ മുഴുവൻ ഗ്രസിച്ച ഒരു രോഗമുണ്ടായിരുന്നില്ല. COVID-19, അതിൽ തന്നെ പല വകഭേദങ്ങൾ, ഡെൽറ്റ, ഓംറിക്കോൺ എന്നൊക്കെ പറഞ്ഞ് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാമൂഹ്യ ആരോഗ്യ രംഗത്ത്. എന്നാൽ ആത്മീയതയിലേക്ക് നമ്മൾ കടന്ന് നോക്കുകയാണെങ്കിൽ ആത്മീയ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയവും ശോഷിച്ച് അനാത്മീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് മെഗാ ചർച്ചസ്, ന്യൂജൻ ചർച്ചുകൾ, ആൾ ദൈവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രൈസ്തവ സഭയിൽ തന്നെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റ് സഭകളിലും അല്ലെങ്കിൽ മറ്റു മതങ്ങളിലും ഒക്കെ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ശരി? എന്നെ ചിലപ്പോൾ ചില ആളുകൾ ഈ യൂട്യൂബ് കണ്ടിട്ട് വിളിച്ചിട്ട് തന്നെ ചോദിക്കാറുണ്ട്, സാറേ എല്ലാം ഇതൊക്കെ കേൾക്കുന്നു സോഷ്യൽ മീഡിയയിൽ, ഏതാണ് ശരി? പീപ്പിൾ ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് ആൻഡ് ദേ ഡോണ്ട് നോ വാട്ട് ടു ബിലീവ്, വാട്ട് ടു ഫോളോ. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദിസ് ബുക്ക് ഈസ് ഫോർ യു. ഇങ്ങനെ ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ള ആളുകൾക്കുള്ളതാണ് ഈ പുസ്തകം. ഈ കാലഘട്ടത്തിനുള്ളതാണ് ഈ പുസ്തകം. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആർക്കാണ് എന്ന് നാം വിശദമായിട്ട് പുറകെ പഠിക്കും. എങ്കിലും ഒറ്റ വാക്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ആത്മീയ രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയാൻ പാടില്ലാതെ പകച്ചു നിന്ന ഒരു കൂട്ടം ആളുകൾക്ക് എഴുതിയ പുസ്തകമാണ് എബ്രായ ലേഖനം. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റെബിലിറ്റി ഓഫ് ദി ഓൾഡ് വാസ് പാസിങ് അവേ. പഴയ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ തലമുറ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോഴത്തെ പഴയ ആളുകൾ, അതായത് പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ, പണ്ടത്തേത് പലതും മാറി പൊയ്ക്കൊണ്ടിരിക്കുന്നു, പഴയതെല്ലാം ഇളകുന്നു, പുതിയ കാര്യങ്ങളൊക്കെ വരുന്നു, ഇപ്പോൾ ഒന്നും പറയാൻ മേല എന്നൊക്കെ ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഈ എബ്രായ ലേഖനം വായിച്ച ആളുകൾ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അല്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത്. എവ്രിതിങ് ഓൾഡ് ഈസ് പാസിങ് അവേ ആൻഡ് ന്യൂ തിങ്സ് ആർ കമ്മിങ് ഇൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസവും ഇളകണമോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ മുഖ്യ വിഷയമെന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവർ ആയിരിക്കണം, ബി കോൺഫിഡൻറ്റ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇളക്കങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഇളകാൻ പാടില്ല. അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളം? ഇത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കാം. മത്തായി 24-ാം അധ്യായത്തിലും, മർക്കോസ് 13-ാം അധ്യായത്തിലും, ലൂക്കോസ് 21-ാം അധ്യായത്തിലും അധ്യായങ്ങൾ വായിച്ച് പഠിച്ചാൽ അന്ത്യകാലത്ത് ലോകത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായങ്ങളിൽ കർത്താവ് ഒലിവുമലയിലിരുന്ന് പഠിപ്പിച്ചത്. ഞാൻ ഒരു വാക്യം മാത്രം, 1-2 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവരായിത്തീരും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നതവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. ആദ്യം വായിച്ച വാക്യത്തിൻ്റെ ഭാഗം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ഡിസ്ട്രസ് ഓഫ് നേഷൻസ് വിത്ത് പെർപ്ലക്സിറ്റി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവരായിത്തീരും. ഇംഗ്ലീഷിലാണെങ്കിൽ മെൻസ് ഹാർട്ട്സ് ഫെയിലിംഗ് ദം ഫോർ ഫിയർ ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ദോസ് തിങ്സ് വിച്ച് ആർ കമ്മിങ് ഓൺ ദി എർത്ത്.
ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ നോക്കിയിട്ട് ഹൃദയം നിന്നു പോകുന്ന, ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത് പോലെ നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടായിട്ട് ആളുകൾ വല്ലാത്ത ഒരവസ്ഥയിലേക്കാകുന്നു. എന്നാൽ അതിന് അടുത്ത വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം മനുഷ്യപുത്രൻ്റെ വരവ് അടുത്തിരിക്കുന്നു. നിങ്ങൾ തല പൊക്കാനാണ് പറഞ്ഞത്. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിങ്ങൾ നിവർന്ന് തല പൊക്കുവീൻ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ മെസ്സേജ് കിടക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഈ കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടത്. പഴയതൊക്കെ പോകുന്നു, സമൂഹത്തിൽ ഇളക്കങ്ങൾ, പ്രകൃതിയിൽ ഇളക്കങ്ങൾ, ആത്മീയ രംഗത്ത് മാറ്റങ്ങൾ ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഐ റിപ്പീറ്റ്, ആ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ, മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കാരണം ദൈവം തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. അവൻ്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. ഈ ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ ഒക്കും. പൂർണ്ണ വിശ്വാസം, ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം. അപ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദീസ് തിങ്സ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതെന്താണെന്നുള്ളത് ഗ്രഹിക്കുന്നവർക്കാണ് പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നത്. അത് ഞാൻ ചുരുക്കത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഗോഡ് വാണ്ട്സ് ടു ബിൽഡ് യുവർ ലൈഫ്. ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതം പണിയുവാൻ ആഗ്രഹമുണ്ട്. ആ പണിയിൽ ഉറപ്പുണ്ടാകാൻ വേണ്ടിയാണ് ഇളക്കങ്ങൾ. ചില കോൺക്രീറ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വൈബ്രേറ്റർ കൊണ്ട് അതിനെ ഒന്ന് ഇളക്കിയിട്ട് ഉറപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞതുപോലെ, ഈ ഇളക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആരൊക്കെ ഇളകും, ആരൊക്കെ ഉറയ്ക്കും എന്നുള്ളതൊക്കെ അറിയാനായിട്ടാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ പണിതെടുക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇൻ ദി പെർമനൻസ് ഓഫ് ദി ഇറ്റേണൽ. നിത്യതയുടെ വെളിച്ചത്തിൽ സ്ഥിരതയും ഉറപ്പുമുള്ളവരായിരിക്കണം എന്ന് ദൈവം മനുഷ്യരെക്കുറിച്ച്, പ്രത്യേകിച്ച് ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇൻസ്റ്റബിലിറ്റി ഓഫ് ദി ടെമ്പറൽ, ഈ ഭൗതിക അസ്ഥിരതകൾ ദൈവം അയക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഭൗതിക അസ്ഥിരതകളുടെ നടുവിൽ നിത്യതയുടെ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പഠിക്കുന്നത് എബ്രായ ലേഖനമാണ്. ഇപ്പോൾ ഞാൻ എബ്രായ ലേഖനം വിട്ടിട്ട് പ്രഭാഷണത്തിൽ കയറി എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതരുത്. എബ്രായ ലേഖനത്തിൽ തന്നെ ഞാനൊരു വാക്യം ഉദ്ധരിക്കട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഇങ്ങനെയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. മനസ്സിലായല്ലോ? അതായത് ഇളകാത്തൊരു രാജ്യത്തെക്കുറിച്ച് ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകം പറയുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. ദൈവമക്കൾ ഇളകാത്തൊരു രാജ്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ കാര്യങ്ങളൊക്കെ ഇളകുന്നു, മാറ്റങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ നാം ഇളകാത്തൊരു രാജ്യം പ്രാപിക്കുന്നതിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവിടെ ഇളക്കങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ നാം ദൈവത്തെ സേവിക്കണം. വി ആർ ഗോയിങ് ടു റിസീവ് എ കിങ്ഡം വിച്ച് കനോട്ട് ബി മൂവ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഒരു കാരണവശാലും കുലുങ്ങാത്ത, മാറ്റാൻ പറ്റാത്ത, സ്ഥിരതയുള്ള ഒരു രാജ്യം. ആ രാജ്യത്തെക്കുറിച്ചുള്ള ദർശനം ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അല്ല, ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കയറി പഠിക്കാൻ തുടങ്ങുമ്പോൾ കാണാൻ പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ മുന്നമേ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ ഇവിടെ കൂടാരങ്ങളിലാണ് പാർത്തത്. അബ്രഹാമിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അബ്രഹാം എവിടെ പാർത്തു എന്ന് ചോദിച്ചാൽ, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. എന്തുകൊണ്ടാണ് കൂടാരങ്ങളിൽ പാർത്തതെന്ന് ചോദിച്ചാൽ, കൂടാരം ഒരു പ്രതീകമാണ്. ഹി വാസ് ടെല്ലിങ് ദ വേൾഡ് ആൻഡ് ഹിംസെൽഫ് ദാറ്റ് ദ ലൈഫ് ഹിയർ ഈസ് ടെമ്പററി. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്, കൂടാരങ്ങൾ താൽക്കാലികമാണല്ലോ. അതുകൊണ്ട് എൻ്റെ ജീവിതം, ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഇവിടെ നാം അന്യരും പരദേശികളുമാണ്. എന്നാൽ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരമുണ്ട്, ഞാൻ ആ നഗരത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് അബ്രഹാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് ഈ ഉറപ്പുള്ള ഒരു കിങ്ഡത്തിന് വേണ്ടി, അല്ലെങ്കിൽ എ കിങ്ഡം ദാറ്റ് കനോട്ട് ബി മൂവ്ഡ്, ഇളകാത്ത ഒരു രാജ്യത്തിന് വേണ്ടി ഒരു പ്രത്യാശയുണ്ടെങ്കിൽ, ഇവിടെ എന്തെല്ലാം ഇളക്കങ്ങളും മാറ്റങ്ങളും വന്നാൽ നമുക്കത് ബാധകമാകുകയില്ല. എബ്രായ ലേഖനം തന്നെ 12-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ 12:22 ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേം. നാം അടുത്ത് വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ
സ്വർഗീയ യെരുശലേമിനാണ് അടുക്കലാണെന്ന് പറയുന്നുണ്ട്. ഈ സ്വർഗീയ യെരുശലേമാണ് ഇളകാത്ത രാജ്യം. വെളിപ്പാട് 21 അധ്യായത്തിൻ്റെ 10 വാക്യം വായിക്കുമ്പോൾ, 14 വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് 21 അധ്യായത്തിൻ്റെ 10, 14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യെരുശലേം എന്ന വിശുദ്ധ നഗരം, ആ വിശുദ്ധ നഗരത്തിന് അടിസ്ഥാനങ്ങളുണ്ട്, ഗോപുരങ്ങളുണ്ട്. 12 അടിസ്ഥാനങ്ങളുള്ളതായിട്ടാണ് അവിടെ നാം കാണുന്നത്. അപ്പോൾ അടിസ്ഥാനങ്ങളുള്ള ഇളകാത്ത ഒരു രാജ്യത്തിനു വേണ്ടി വിളിക്കപ്പെട്ട ആളുകൾ ഈ ലോക ജീവിതത്തിൽ ഇളകുന്നവരും പരിഭ്രമിക്കുന്നവരും ഹൃദയസ്തംഭനം വന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവരുമായി അമ്പരന്ന് നിൽക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ബി കോൺഫിഡൻറ്റ്, പുട്ട് യുവർ കോൺഫിഡൻസ് ഇൻ ഗാഡ്. ദൈവത്തിൽ വിശ്വസിക്കുക, പൂർണ്ണ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുന്നവർ ആയിരിക്കുക. യേശു കർത്താവ് തന്നെ ഈ ലോകത്തിൽ വെച്ച് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുവാൻ, മാറ്റങ്ങളുടെ നടുവിൽ മാറ്റമില്ലാത്ത ഈ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുവാനായിട്ടാണ് എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എബ്രായ ലേഖനം ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇസ് എ പ്രൊഫൗണ്ട് എപ്പിസിൽ. അസാമാന്യ ഉൾക്കാഴ്ചയുള്ള ഒരു ലേഖനമാണ്. ഗംഭീരമായ, പ്രൗഢഗംഭീരമായ, അഗാധമായ ആത്മീയ അർത്ഥങ്ങൾ കിടക്കുന്ന ഒരു ലേഖനം. ഈ ലേഖനത്തിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വ്യാഖ്യാന വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് ഈ പുസ്തകം നമ്മളോട് പറയുന്നത് 12 അധ്യായത്തിൻ്റെ 2 വാക്യം, എബ്രായ ലേഖനം 12:2, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ യാത്ര തുടരുക എന്നാണ്. വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ യേശുവാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ പൂർണ്ണ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുന്ന ഒരാൾക്ക് മോഡലായിട്ട് നോക്കുന്നതിനായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ നായകനെ, പൂർത്തി വരുത്തുന്നവനെ ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുത്തുന്നുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു ആണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഈ യാത്ര തുടരാം. അതുകൊണ്ട് നിങ്ങൾ ഇളകണ്ട, ഉറച്ച ആളുകളായിരിക്കണം, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം എന്നാണ് ഈ ലേഖനം നമ്മോട് പറയുന്നത്. അതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിച്ചാൽ, ഈ കർത്താവായ യേശുക്രിസ്തു അവൻ നമുക്ക് വേണ്ടി ഇന്ന് പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതനായിട്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുണ്ട്. ഇവിടെ വന്ന് നമ്മുടെ പാപപരിഹാരത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അതുകൊണ്ടാണ് ഈ വിശ്വാസം നമുക്ക് വേണ്ടത്. എന്തെല്ലാം സംഭവിച്ചാലും ഈ ഇളകാത്ത രാജ്യത്തിൽ നമ്മളെ എത്തിക്കുവാനായിട്ട് അവൻ നമ്മളെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. 7 അധ്യായത്തിൻ്റെ 25 വാക്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എബ്രായ ലേഖനം 7:25, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്ര തുടരുകയും അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വി ക്യാൻ ബി ഫുള്ളി കോൺഫിഡൻറ്റ്, 100% കോൺഫിഡൻറ്റ്. എന്താ കാരണം? അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അങ്ങനെ ഒരാളുടെ മുഖത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. അവനെയാണ് ഈ പുസ്തകം ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. അങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ഹൗ ടു സർവൈവ് ദം, ഇതിലേക്ക് അതിജീവിക്കുവാനായിട്ട് എങ്ങനെ കഴിയും എന്ന് ആരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അവർ കോൺഫിഡൻസ് ഈസ് ഇൻ ഗോഡ്സ് ക്യാരക്ടർ. ദൈവത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നത് ദൈവ സ്വഭാവത്തിലാണ്. ആ ദൈവ സ്വഭാവത്തെക്കുറിച്ച് ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 13 അധ്യായത്തിൻ്റെ 8 വാക്യം സുപരിചിതമാണ്. എബ്രായ ലേഖനം 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ദാറ്റ് മീൻസ് വി ക്യാൻ ട്രസ്റ്റ് ഹിം ഓൾവേസ്. അതായത് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞാലും യേശു ക്രിസ്തുവിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല. അവൻ ഇന്നലെ, ഇന്നും, നാളെയും, ഇനി എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ഇരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കവനെ എപ്പോഴും ആശ്രയിക്കാം. ഈവൻ ഡ്യൂറിങ് അവർ ഡാർക്ക് ഡേയ്സ് നമുക്ക്
അന്ധകാരത്തിൻ്റെ ദിവസങ്ങൾ, കൂരിരുട്ടിൻ്റെ താഴ്വര ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് അവനിൽ ആശ്രയിക്കാം. കാരണം അവൻ അങ്ങനെ ആശ്രയിക്കാൻ കൊള്ളാവുന്നവനാണ്. അവൻ വാക്കുമാറുകയല്ല, അവൻ്റെ പ്രകൃതത്തിന് മാറ്റമില്ല. അവൻ നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് രക്ഷിക്കും. ആ കാര്യത്തിലൊന്നും യാതൊരു കുഴപ്പവും ഒരു കുറവും അവൻ വരുത്തുക ഇല്ല. അതുകൊണ്ട് ഈ പുസ്തകം നമ്മളോട് വളരെ ശക്തമായിട്ട് പറയുന്നൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, യു ക്യാൻ ട്രസ്റ്റ് ഗോഡ്. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കാം. കാരണം ദൈവം നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയല്ല, തകർത്ത് കളയുകയല്ല. നിങ്ങളെ പണിയുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ വീണ്ടെടുക്കുവാൻ, നിങ്ങളെ ഇളകാത്ത രാജ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ അവൻ പ്രാപ്തനാണ്. അതുകൊണ്ട് ട്രസ്റ്റ് ഹിം. പൂർണ്ണമായിട്ട് അവനിൽ വിശ്വസിക്കുക, കോൺഫിഡൻസ് അവനിൽ വെക്കുക. നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, ആശ്രയിക്കാം. ഈ പുസ്തകത്തിലേക്ക് കയറുമ്പോൾ ഒരുപക്ഷെ മനസ്സിലായില്ല എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നൊരു അധ്യായം ഞാൻ പറയാം. എബ്രായ ലേഖനം 11, 12 അധ്യായങ്ങൾ മനസ്സിലാകാത്തവരാരുമില്ല. കാരണം ആ 2 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് വിശ്വാസം അർപ്പിച്ച, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ്. അത് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അല്ല, പുരുഷന്മാർക്ക് മാത്രമാണ് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമെന്ന് ആരും കരുതരുത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് അവർക്ക് ധൈര്യമായിട്ട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വലിയ വൻനിര, ഹീറോസ് ഓഫ് ഫെയ്ത്ത് എന്നോ വിശ്വാസ വീരന്മാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മെൻ ഓഫ് ഫെയ്ത്ത് ഒരു വൻനിരയാണ്. എന്നിട്ടാണ് 12-ാം അധ്യായത്തിൽ പറഞ്ഞത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം മറ്റു ഭാരങ്ങളൊക്കെ വിട്ടിട്ട് വിശ്വാസത്തിൻ്റെ നായകൻ. അപ്പോൾ ഇവരുടെ നായകനായിട്ട് കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. അവനിൽ വിശ്വാസം അർപ്പിച്ച ഒരു വൻ നിര 11-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ പുസ്തകം ഈ അധ്യായങ്ങളിൽ കൂടിയൊക്കെ നമ്മോട് പറയുന്നത്, ഇവരെ പോലെ നിങ്ങളും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അവരുടെ എല്ലാം പേരിപ്പോൾ ഞാൻ പറയുന്നില്ല, എങ്കിലും പെട്ടെന്ന് ഓർക്കുകയാണെങ്കിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, ഇവരെല്ലാം വല്ലാത്ത പ്രതിസന്ധികളിൽ കൂടിയൊക്കെ കടന്നുപോയ ആളുകളാണ്. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നവരുണ്ട്, ചെയ്യാത്ത കുറ്റത്തിന് അടി കിട്ടിയവരുണ്ട്, അവരോട് വിട്ടു പുറപ്പെട്ട് പോകാൻ പറഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാൻ പാടില്ലാതെ പോയവരുണ്ട്. അവരെല്ലാം ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിരുന്നത് കൊണ്ട് ദേ ന്യൂ ഹൂ ഗോഡ് വാസ്. അവരൊക്കെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അവർക്ക് ദൈവം ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ അവരെ പോലെ നമ്മളും ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ ആശ്രയിക്കാം, ദൈവത്തെ വിശ്വസിക്കാം എന്നാണ് ഈ ലേഖനം നമ്മോട് ശക്തമായിട്ട് പറയുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു പ്രലോഭനം നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ആളുകൾക്കൊക്കെ ദൈവം എന്തോ പ്രത്യേക തരത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തു. അവരുടെ വിശ്വാസത്തിൻ്റെ അടുക്കലൊന്നും നമുക്ക് വരാനായിട്ട് ഒക്കുകയില്ല. അവർ വിശ്വാസ വീരന്മാരായെങ്കിൽ അവർക്ക് ദൈവം പ്രത്യേകമായിട്ട് എന്തോ ഒക്കെ അനുഗ്രഹങ്ങളോ വിശ്വാസമോ ഒക്കെ കൊടുത്തിരുന്നു എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മെപ്പോലെ വെറും സാധാരണ മനുഷ്യരായിരുന്നു. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അബ്രഹാമും നമ്മൾ ഈ പേര് പറഞ്ഞ ആളുകളെയൊക്കെ പരിശോധിക്കും, നമ്മളെപ്പോലുള്ള ബലഹീനതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള വെറും സാധാരണ മനുഷ്യരായിരുന്നു. അവർക്കാർക്കും പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ദാനങ്ങളൊന്നും ദൈവം കൊടുത്തവരെ നിർത്തിയതല്ല. അവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് ദൈവത്തെ കൂടുതൽ അടുത്ത അനുഭവിക്കുന്നതിനും അറിയുന്നതിനും കഴിഞ്ഞു. അത് അവരെ ധീരമായിട്ട് മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം കടമെടുക്കുകയാണെങ്കിൽ, 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസമാണ് നമുക്ക് ലഭിച്ചത്. അബ്രഹാമിന് ലഭിച്ച അതേ വിശ്വാസമാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ അബ്രഹാമിനെ പോലെ പത്രോസിനെ പോലെ നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും നമുക്ക് അവരെ പോലെ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം പഠിച്ചാൽ, ഈ പുസ്തകത്തിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ഇടയ്ക്ക് വന്നിട്ട് പറയുമായിരുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. വിശ്വാസം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പുസ്തകം പഠിക്കാം. ഈ പുസ്തകം നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടുള്ള പ്രേരണ നൽകുന്ന
ഒരു പുസ്തകമാണ് എന്നാണ് ആദ്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നു കാണും, ഇവരെ പോലെയൊക്കെ ഞങ്ങളും ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. അതായത് വി ക്യാൻ ഓൾസോ ബിക്കം ലൈക്ക് ദം, ബട്ട് ഹൗ? ദർ ആർ സം പ്രിൻസിപ്പിൾസ് ദാറ്റ് വി ഹാവ് ടു ഫോളോ. നമ്മൾ ചില തത്വങ്ങൾ മനസ്സിലാക്കി ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും അബ്രഹാമിനെ പോലെ, മോശയെ പോലെ, പത്രോസിനെ പോലെ ഒക്കെ വിശ്വാസ വീരന്മാരായിട്ട് മാറുവാൻ കഴിയും. ഒന്നാമത് ആ കാര്യത്തിൽ നാം ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് വിത്ത് മീ. എപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എന്നെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല. ഈ ഒരു വിശ്വാസം, ഐ മസ്റ്റ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഗോഡ് ഈസ് വിത്ത് മീ ആൻഡ് ഹി വിൽ നെവർ ലീവ് മീ, നെവർ forsake മീ. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ താല്പര്യം മനുഷ്യരുടെ കൂടെ, എൻ്റെ കൂടെ നിൽക്കണം, ജീവിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ദൈവം നമ്മെ കൈവിട്ട് കളയുകയില്ല എന്നുള്ള ഒരു കൺവിക്ഷനാണ് ഒന്നാമത് നമുക്ക് വേണ്ടത്. ഒരു പക്ഷേ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലർ ഇങ്ങോട്ട് പറയുന്നുണ്ടായിരിക്കും, അത് ഞങ്ങൾക്ക് അറിയാം സാറേ എന്ന്. അതറിയാം എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പലപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയ ദാവീദും മറ്റും എൻ മനമേ എന്ന് പറഞ്ഞ് തങ്ങളുടെ മനസ്സിനോട് തന്നെ സംസാരിച്ചതുപോലെ ഇടയ്ക്ക് നമ്മളുടെ മനസ്സിനോട് നമ്മളൊന്ന് പറയണം, നീ ഒന്ന് അടങ്ങിയിരിക്കുക, നീ ഒന്ന് മിണ്ടാതിരിക്കുക, നീ ഒന്ന് ശാന്തമായിരിക്കുക, ദൈവം നിൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മളോട് തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. അല്ലാതെ നിങ്ങളാരും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ആളുകളാണെന്നൊരു പ്രഖ്യാപനമല്ല ഞാൻ നടത്തിയത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അത് നാം നമ്മെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഒരു പക്ഷേ ദാവീദ് തന്നെ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും നല്ലൊരു സന്ദർഭം 23-ാം സങ്കീർത്തനമാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെയാണ്. സങ്കീർത്തനം 23-4, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കുക. കൂരിരുട്ടിൻ്റെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഈവൻ ദോ ഐ പാസ് ത്രൂ ദ വാലി ഓഫ് ഡെത്ത് എന്നാണ്. മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ കാരണം? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്, യു ആർ ക്ലോസ് ബിസൈഡ് മീ, ഗാർഡിങ് മീ ആൻഡ് ഗൈഡിങ് ഓൾ ദ വേ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, നീ എപ്പോഴും എൻ്റെ അരികിൽ തന്നെയുണ്ട്, എന്നെ കാത്തു സൂക്ഷിക്കുകയും എന്നെ വഴി നടത്തുകയും ചെയ്യുന്നതിനായിട്ട് നീ എപ്പോഴും എൻ്റെ അരികിൽ തന്നെ ഉണ്ട്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരുന്നാൽ മാത്രമേ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കുണ്ടായ പ്രതിസന്ധികളുടെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിലൊക്കെ ദൈവമുണ്ട്. ദൈവം അവിടെ നിന്ന് നമ്മളെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്ന എബ്രായ ലേഖനം 13-5, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ലേഖനം ലഭിച്ച പല ആളുകളും ദ്രവ്യാഗ്രഹികളൊക്കെ ആയി കർത്താവ് അവരെ കൈവിട്ടു എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ലേഖനകർത്താവ് പറയുകയാണ്, ഇല്ല, കർത്താവ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അല്ല, നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തനവും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ബന്ധവും ചരിത്ര കാലം മുതൽ, മനുഷ്യനുണ്ടായ കാലം മുതൽ പുറകോട്ട് പോയി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെയും ഹവ്വയുടെയും കൂടെ ഇരിക്കുന്നതിന് താല്പര്യപ്പെട്ട ഒരു ദൈവം, അവരൊളിച്ചിരുന്നപ്പോഴും അവരെ തേടി വരുന്ന ഒരു ദൈവം. അല്ല, കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ വരുമ്പോൾ ഹാനോക്കിൻ്റെ കൂടെ നടന്ന ഒരു ദൈവം, നോഹയുടെ കൂടെ നടന്ന ഒരു ദൈവം. അങ്ങനെ മുമ്പോട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ എത്രയോ ആളുകളെയാണ് അവരുടെ കൂടെ ഒക്കെ നടന്ന. യാക്കോബാണ് ഏറ്റവും ഒരു സൂത്രക്കാരൻ, ഒരു ഉപായിയായിട്ട് ആദ്യം നമ്മൾ കാണുന്ന ഈ പിതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ. ആ യാക്കോബിനോട് ദൈവം പറഞ്ഞത് ഉൽപ്പത്തി 28:15 ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യാക്കോബ് ഓടിപ്പോകുന്ന വഴിക്ക്, സഹോദരൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുന്ന വഴിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവത്തിന്
ഇങ്ങനെ ഒരു കുഴപ്പം ചെയ്ത് ഓടിപ്പോകുന്ന ആളോടും പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തുന്നതിനായിട്ട് ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഇത് നമ്മളോടും കൂടെയുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്, മാറ്റമില്ലാത്ത ദൈവവചനമാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ദൗത്യം, ഈ ലോകത്തിലെ ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതായി മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാമല്ലോ. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, മത്തായി 28:20, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. എല്ലാ നാളും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനോ ലോകം അവസാനിക്കുന്നത് വരെ ഓരോ ദിവസവും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോധ്യം വേണം, അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഹി വിൽ നെവർ ലീവ് മീ, ഹി വിൽ നെവർ ഫൊസേക്ക് മീ. അവൻ എന്നെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല, അവൻ എന്നെ ഒരിക്കലും മറന്നു കളയുകയില്ല. അവൻ്റെ അറിവിലും അവൻ്റെ കാവലിലുമാണ് എൻ്റെ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഹീസ് ഓൾവേസ് വാച്ചിങ് ഓവർ അസ്. അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആൻഡ് ഹീ നോസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് ദൈവമേ നീ കാണുന്നില്ല എന്നൊക്കെ ആരെങ്കിലും വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ട്, അവനറിയാം, എല്ലാം അവനറിയാം. ഇനി പരീക്ഷയോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ 1 കൊരിന്ത്യലേഖനം 10:13 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 കൊരിന്ത്യലേഖനം 10:13, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. എത്ര മനോഹരമാണെന്ന് നോക്കുക. നമുക്ക് കഴിയുന്നതിന് മീതെ ഒരു പ്രലോഭനമോ ടെസ്റ്റോ ഒക്കെ വരാതെ നമ്മെ വളരെ ഭംഗിയായിട്ട് നോക്കുന്ന ഒരു കർത്താവ്, നമുക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന കർത്താവ്. അപ്പം അതുകൊണ്ട് ഹി വിൽ നെവർ ഗിവ് us മോർ ദാൻ വാട്ട് വി ക്യാൻ ബെയർ. നമുക്ക് സഹിക്കാൻ കഴിയുന്നതിൽ കൂടുതലൊന്നും ദൈവം നമുക്ക് തരികയില്ല. അവൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ യു ആർ അണ്ടർ ക്യാമറ സർവേലൻസ്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാ മൂവ്മെൻറ്റുകളും നമ്മുടെ എല്ലാ ഇടപാടുകളും കണ്ടുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ മേലൊരു കണ്ണുള്ള ദൈവം. എന്നാൽ ആ ദൈവത്തെ നമ്മൾ അനുവദിക്കുകയും ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 8:28 അറിയാമല്ലോ എല്ലാവർക്കും. റോമർ 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അങ്ങനെയുള്ളവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 111-ാം സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങൾ നോക്കിയാൽ, 111-ാം സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങൾ, അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും, അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തി സത്യമായിട്ടുള്ളതും ന്യായമായിട്ടുള്ളതുമാണ്. അതെല്ലാം നമുക്ക് വിശ്വസിക്കാം. അതെല്ലാം വിശ്വസ്തയോടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒന്നാമത് ഈ വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവബോധം എപ്പോഴും എന്നിൽ വേണം. ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തണം, അവൻ നിൻ്റെ കൂടെ ഉണ്ട്, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നിൻ്റെ പ്രതിസന്ധികളിലും നിൻ്റെ സന്തോഷങ്ങളിലും സന്താപത്തിലും രോഗത്തിലും ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളുടെ നടുവിലും നമ്മളെ കൈവിടാതെ അവൻ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ഹീസ് ക്ലോസ് ബിസൈഡ് മീ ഗാർഡിങ് മീ ആൻഡ് ഗൈഡിങ് മീ. അവൻ എൻ്റെ അരികിൽ തന്നെ ഇരുന്ന്, എന്നോട് ഏറ്റവും അടുക്കലിരുന്ന് എന്നെ സൂക്ഷിക്കുകയും എന്നെ വഴി നടത്തുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാമത് നമുക്ക് വേണ്ട വിശ്വാസം. ഞാൻ 3 പ്രിൻസിപ്പിൾസ് എന്നാണ് പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ഐ മസ്റ്റ് റിമെമ്പർ ദി ഓണർ ആൻഡ് റിവാർഡ് ദാറ്റ് അവൈറ്റ് മീ ഇൻ ഹെവൻ. സ്വർഗത്തിൽ ദൈവം എനിക്കായി പ്രതിഫലങ്ങളും സമ്മാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം നിത്യതയുടെ ഒരു ഉറപ്പ് എനിക്ക് വേണം, സ്വർഗത്തിൻ്റെ ഒരു ഉറപ്പ്. കാരണം ഇവിടെ ഉള്ളതൊന്നും ശാശ്വതമല്ല. ഇവിടത്തേക്ക് വേണ്ടി അല്ല ഞാൻ ജീവിക്കുന്നത്. ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാണ്. എന്നാൽ എനിക്ക് ഇനി മുമ്പിൽ ഒരു നിത്യതയുണ്ട്, അവിടെ എന്നെ എത്തിക്കും. അവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ആഴമായ ഉറപ്പ് നമുക്ക് വേണം. നമ്മൾ എബ്രായ ലേഖനമാണ് പഠിക്കുന്നതെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, എബ്രായർ 12:2, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്
അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം, ദ ജോയ് ദാറ്റ് വാസ് സെറ്റ് ബിഫോർ ഹിം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലും ഒരു സന്തോഷമുണ്ട്. ഇവിടെ പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ല, അതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഈ ലോകത്തിൽ ഒരുപാട് കഷ്ടതകളുണ്ടായിരുന്നു. താൻ അനുഭവിച്ച കഷ്ടങ്ങളാലാണ് അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായത്. എന്നാൽ ആ കഷ്ടതകളിൽ കൂടി എല്ലാം കടന്നുപോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. അപ്പോൾ നമ്മളും അത് ഓർക്കണം. ദർ ഈസ് എ ജോയ് ദാറ്റ് ഈസ് സെറ്റ് ബിഫോർ മീ. അപ്പോൾ യേശുക്രിസ്തു അതുകൊണ്ട് തൻ്റെ കണ്ണുകൾ തൻ്റെ മുമ്പിൽ ഇരുന്ന സന്തോഷത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്, നിത്യതയിലേക്കാണ് ഉറപ്പിച്ചത്. അതിൽ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് പൗലോസിന് കഴിഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും കഴിഞ്ഞു. അതുകൊണ്ടാണ് ക്രൂശിൽ പോലും തന്നെ നിന്ദിക്കുകയും തന്നെ ഇടിച്ചു താഴ്ത്തുകയും വേദന ഏൽപ്പിക്കുകയും തന്നെ തിരസ്കരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം സന്തോഷത്തോടെ അനുഭവിക്കുവാൻ, യാതൊരു പരാതിയും കൂടാതെ അനുഭവിക്കുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വസ്തയോടുകൂടെ ദൈവത്തിൻ്റെ കൂടെ അവസാനം വരെ നിൽക്കുന്ന ആളുകൾക്ക്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവരോട് അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം നല്ലതൊന്ന് മുൻകരുതി നമുക്ക് നല്ല പ്രതിഫലങ്ങൾ നിത്യതയിൽ വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ അവൻ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേണം. അവൻ നമ്മുടെ കൂടെ എവിടെയുണ്ട്, എന്നിട്ട് അവൻ്റെ ആഗ്രഹം ഇനി നമ്മളെന്നും അവൻ്റെ കൂടെ ആയിരിക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. അതിന് നമ്മളെ ചേർക്കാനായിട്ട് അവൻ വരുന്നുണ്ട്. എൻ്റെ കണ്ണുകൾ പ്രത്യാശയോടെ ആ നിത്യതയിൽ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷത്തിലായിരിക്കണം. ഈ ലോകത്തിൽ കിട്ടുന്ന താൽക്കാലിക സന്തോഷങ്ങളിലാകരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോസ്തലനായ പൗലോസ് ആ ഒരു ദർശനമുള്ള ആളായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4:17, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പോൾ ഈ കാലത്തിലെ ഈ ലോകത്തിലെ കഷ്ടതകളെക്കുറിച്ച് പറയുന്നത് ട്രബിൾ ഈസ് ക്വയറ്റ് സ്മോൾ ആൻഡ് ദാറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ലോങ്. ഈ കാലത്തിലെ ഈ ലോകത്തിലെ കഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നൊടി നേരത്തേക്കുള്ളത് ലഘുവായ കഷ്ടം എന്നാണ് പറയുന്നത്. എന്നാൽ അതിനങ്ങേപ്പുറത്ത് താൻ കണ്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കും വേണം. അതേ അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ ലേഖനം 4:17 ഞാൻ പറഞ്ഞത്. 18 കൂടെ ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അപ്പോൾ കാണാത്ത ഒരു നിത്യത ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്, കർത്താവ് എന്നെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അറിവ് എനിക്ക് വേണം. 2, എൻ്റെ മുമ്പിലൊരു സന്തോഷം വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മൂന്നാമത് ഞാൻ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഗോഡ് വിൽ ഗൈഡ് മീ വെൻ ഐ ആം കൺഫ്യൂസ്ഡ്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് പലപ്പോഴും എനിക്ക് സംഭ്രാന്തികൾ വരാം, എനിക്ക് ചിന്താഭാരങ്ങൾ വരാം, എനിക്ക് ആകുലതകൾ വരാം. എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്നെ ഗൈഡ് ചെയ്യും. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 23 നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ ഹീസ് ക്ലോസ് ബിസൈഡ് മീ ഗാർഡിങ് മീ ആൻഡ് ഗൈഡിങ് മീ. അവൻ എന്നെ കാക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ നിമിഷവും അവൻ ആടിനെ നയിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവൻ എന്നെ ഗൈഡ് ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന കർത്താവ് ഞാൻ ആശങ്കകളിലും സംഭ്രാന്തികളിലും ആകുലതകളിലും ഒക്കെ ചെന്ന് വീഴുമ്പോൾ എന്നെ നന്നായിട്ട് നയിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം മതിയായവനാണ് എന്നും കൂടി ഞാൻ വിശ്വസിക്കേണ്ടതാണ്. ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ് വി വിൽ ബി കൺഫ്യൂസ്ഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വന്നു വീഴുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ആ സമയത്ത് നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ എല്ലാ കൺഫ്യൂഷനും മാറ്റിത്തരും. ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ക്ലിയർ ഓൾ ദി കൺഫ്യൂഷൻ. എന്നിട്ട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്, ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാണുവാനുള്ള ഉൾക്കാഴ്ച അവൻ നമുക്ക് നൽകും.
നമ്മുടെ ദേശത്തൊക്കെ ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്, അമേരിക്കയിലാണെങ്കിൽ നാസ, നമുക്കിവിടെ ആണെങ്കിൽ ISRO ഒക്കെ, എല്ലാ രാജ്യങ്ങളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ വെച്ചിട്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട്. ഈ വിക്ഷേപിക്കുന്ന റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പും വിക്ഷേപിച്ചതിന് ശേഷവും നിലയത്തിലിരുന്ന്, ഗ്രൗണ്ടിലിരുന്ന് ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്. അതനുസരിച്ചാണ് ഈ റോക്കറ്റ് പോവുകയും തിരികെ വരികയും ചെയ്യുന്നതൊക്കെ നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ദൈവം അയച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. നമ്മെ നിയന്ത്രിക്കുന്നതും നടത്തുന്നതും ഗൈഡ് ചെയ്യുന്നതും ഒക്കെ ദൈവമാണ്. ദൈവത്തിന് അത്ര അധികം ശ്രദ്ധ നമ്മുടെ കാര്യത്തിൽ ഉണ്ട്. ഹി കോൺസ്റ്റൻ്റ്ലി മോണിറ്റേഴ്സ് ദ പ്രോഗ്രസ്, ഓൾ ദ പ്രോബ്ലംസ് ദാറ്റ് കം അക്രോസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ദൈവം കാണുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. നിർദ്ദേശങ്ങൾ തരാൻ അവൻ സന്നദ്ധനാണ്. നാം അവനോട് ചേർന്നിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കൊരു ആകുലതയും ഇല്ലാതെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇടയ്ക്കൊക്കെ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുന്നത് ആണ് അപകടം. അതുകൊണ്ട് ശലോമോൻ തൻ്റെ സദൃശവാക്യത്തിൽ ഇങ്ങനെ എഴുതി. ശലോമോൻ എഴുതിയ സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഓർക്കുക. സദൃശവാക്യം 3-ന്റെ 5 മുതൽ 7 വരെ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക. ഇപ്പം ജ്ഞാനിയായ ശലോമോൻ നമുക്ക് പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. പുട്ട് യുവർ കോൺഫിഡൻസ് ഇൻ ഗാഡ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, എല്ലാ വഴികളിലും അവനെ നനയ്ക്കണം. അവൻ എന്നെ ഗൈഡ് ചെയ്യാൻ മതിയായവനാണ്. അപ്പോൾ അവൻ തന്നെ എൻ്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയാണെന്ന് ഒരിക്കലും തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറി അവൻ്റെ വഴികളിൽ നടക്കണം. 143-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ, 143-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ദൈ സ്പിരിറ്റ് ഈസ് ഗുഡ്, ലീഡ് മീ ഇൻ ടു ദ ലാൻഡ് ഓഫ് അപ്രൈറ്റ്നെസ് എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നല്ല ആത്മാവ് എപ്പോഴും നമ്മളെ നേർനിലത്തിൽ, നല്ല നിലത്തിൽ നടത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഈ 3 തത്വങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ 3 തത്വങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. 1, ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. 2, നിത്യത ഉറപ്പുള്ളൊരു കാര്യമാണ്. എൻ്റെ മുമ്പിലൊരു സന്തോഷം വെച്ചിട്ടുണ്ട്, അവിടെ എനിക്ക് പ്രതിഫലങ്ങളുണ്ട്, എനിക്ക് ഓണർ ദൈവം വെച്ചിട്ടുണ്ട്. 3, അവൻ എന്നെ ഗൈഡ് ചെയ്യും. ഗോഡ് വിൽ ഗൈഡ് മീ വെൻ ഐ എം കൺഫ്യൂസ്ഡ്. എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആകുലതകളോ സംഭ്രാന്തികളോ ചിന്താക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നെ വഴി നടത്തുവാൻ, എനിക്ക് വഴി കാണിച്ചു തരുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി സ്ട്രെങ്തൻഡ് ഇൻ അവർ ഫെയ്ത്ത് ആൻഡ് വി വിൽ ബി എൻകറേജ്ഡ് ഇൻ അവർ വാക്ക് വിത്ത് ഗോഡ്. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു പ്രോത്സാഹനം, ഒരു ഉത്തേജനം വരികയും ദൈവത്തോടൊപ്പം നടക്കുന്നതിനായിട്ട് നമുക്ക് വലിയ ആവേശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇത് നമ്മിൽ പകരുന്നതിനായിട്ട് എബ്രായ ലേഖന കർത്താവ് വാസ്തവത്തിൽ 3 കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. പുസ്തകം പഠിക്കുമ്പോൾ നാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ഞാനിപ്പോൾ 3 പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ആ പ്രിൻസിപ്പിൾസ് ശരിയാകണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ആണ് വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറഞ്ഞല്ലോ. അവൻ്റെ ഉത്കൃഷ്ടത, അവൻ്റെ ശ്രേഷ്ഠത എന്തുമാത്രം ആണ് എന്നുള്ളത് ഈ പുസ്തകം ഒന്നാമത് ഉയർത്തി കാണിക്കുന്നുണ്ട്. ദി ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവം എത്ര ഉന്നതനാണ്, യേശുക്രിസ്തു മറ്റുള്ള ആളുകളെക്കാൾ എത്ര സുപ്പീരിയറാണ്, ആ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്തുമാത്രമാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവനിൽ ആശ്രയിക്കാം എന്നീ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത്, പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്ക് നിൽക്കുന്നവെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു ആണ്. ആ ശുശ്രൂഷയുടെ മാഹാത്മ്യം എന്താണെന്ന് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ യേശുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തൊരു വലിയ ശ്രേഷ്ഠതയാണുള്ളത്. ഈ 3 കാര്യങ്ങളും ഈ പുസ്തകം കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത, അവനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ, ക്രിസ്ത്യാനികളുടെ ശ്രേഷ്ഠത. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തതിനൊരു കാരണമുണ്ട്. ഈ പുസ്തകം ഇതാ പറയുന്നതെങ്കിൽ നമുക്കിതെന്താ മനസ്സിലാക്കാൻ കഴിയാത്തതും എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാത്തതും എന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിലെ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിച്ചാൽ, എബ്രായ ലേഖനം
6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമ്മോട് പറയുന്നത്, നിങ്ങൾ ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ അടിസ്ഥാനം പിന്നെയും ഇടാതെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നതിനായിട്ട് ശ്രമിക്കണം. ലെറ്റ് us go on unto perfection, leaving elementary principles and not laying down foundation again and again. ഇതാണ് വിശ്വാസികളുടെ വലിയൊരു കുഴപ്പം. അവർക്ക് എപ്പോഴും ആദ്യ വചനമാണ് ഏറ്റവും ഇഷ്ടം, മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എന്നാൽ ഈ പുസ്തകം നമ്മളോട് പറയുന്നത് ഗോ ഓൺ അൺടു പെർഫെക്ഷൻ. നിങ്ങൾ വളർച്ചയിലേക്ക്, പക്വതയിലേക്ക്, പൂർണ്ണതയിലേക്ക്, നിഷ്കളങ്കതയിലേക്ക് മുന്നോട്ട് പോവുക. ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് പാടില്ല. അതിനെന്ത് വേണം? എലിമെൻ്ററി പ്രിൻസിപ്പിൾസ് വിടണം, ആദ്യ വചനം വിടണം. അടിസ്ഥാനങ്ങൾ പിന്നെയും ഇട്ടുകൊണ്ടിരുന്നാൽ പോരാ. നമ്മുടെ സഭകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് മാനസാന്തരം, സ്നാനം, നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള വിട്ടുള്ള മാനസാന്തരം. ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ അതൊക്കെ അടിസ്ഥാനമാണ്, അതൊക്കെ ആദ്യ വചനമാണ്. അത് വിട്ട് നാം മുന്നോട്ട് പോകുവാനായിട്ട്. അതുകൊണ്ട് ഈ പുസ്തകം നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആദ്യ വചനം വിട്ട് മുന്നോട്ട് പോകുന്നതിന്, പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്. അവൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി വലിയ പ്രതിഫലങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ നമ്മളെ ആപത്ത് വേളയിൽ നമ്മളെ വഴി നടത്താനായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. പൊതുവായിട്ട് ഈ പുസ്തകത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വരും ക്ലാസ്സുകളിൽ ആമുഖത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതായ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പുസ്തകത്തിൻ്റെ മുഖ്യ വിഷയം എന്താണ്, ഇത് ആർക്കെഴുതി, ആരെഴുതി, ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്, ഈ പുസ്തകത്തിൻ്റെ ചില സവിശേഷതകൾ എന്താണ്, മുതലായ കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പരിശോധിക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുകയും ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കാൻ തക്കവണ്ണം, എല്ലാ കാര്യത്തിലും ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.